നമസ്കാരം. വന്ദേ ഭാരത് നമ്മുടെ വലിയ ആവേശമായ ട്രെയിനാണ്. വന്ദേ ഭാരതിന് ടിക്കറ്റ് കിട്ടാനില്ല. ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ എന്നും പറയുന്ന പരാതിയാണ്. ചിലരൊക്കെ പറയും വന്ദേ ഭാരതിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് യാത്ര ചെയ്യണമായിരുന്നു. പക്ഷേ ഇതുവരെ ഒത്തിട്ടില്ല. മാത്രമല്ല, ഏത് യാത്രക്കും വന്ദേ ഭാരതിനാണ് ഒന്നാമത്തെ മുൻഗണന. ടിക്കറ്റിൻ്റെ പൈസ എത്രയായാലും ചാർജ് കൂടിയാലും അതിവേഗത്തിലെത്താം, സുരക്ഷിതമായിട്ടെത്താം, വളരെ സമാധാനപരമായിട്ടെത്താം. അതാണ്, ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാം. അതുകൊണ്ട് വന്ദേ ഭാരത് കേരളത്തിൽ വന്ന കാലത്ത് ആവശ്യമില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ പതിവ് പോലെ നമ്മൾ വന്ദേ ഭാരതിന് നേരെ ഉയർത്തിയിരുന്നു. പക്ഷേ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് വലിയ ആവേശമായി മാറിയിട്ടുണ്ട്. എല്ലാവർക്കും വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനുള്ള ഒരു വലിയ കമ്പവും താല്പര്യമൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. വന്ദേ ഭാരതിൽ എന്നും തിരക്കാണ് താനും. വന്ദേ ഭാരത് ഫുള്ളല്ലാതെ റിസർവേഷൻ ടിക്കറ്റ് മുൻകൂട്ടി തന്നെ നിറഞ്ഞു കവിയുകയാണ്. ഒരിക്കൽ പോലും വന്ദേ ഭാരതിൻ്റെ ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ആവേശമായി വന്ന വന്ദേ ഭാരതിനെക്കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്നൊരു വാർത്ത ഇന്നത്തെ മാധ്യമങ്ങളിലുണ്ട്. ആ വാർത്ത പങ്കിടാനാണ്. ആ വാർത്ത എല്ലാവരുടേതുമാണ് എന്നതുകൊണ്ട്, എല്ലാവർക്കും വേണ്ടിയാണ് എന്നതുകൊണ്ട് അത് പങ്കിടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ മറ്റൊരു വകുപ്പ്, റെയിൽവേ വകുപ്പ് അല്ലാത്ത മറ്റൊരു വകുപ്പ്, സിവിൽ ഏവിയേഷൻ, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ വകുപ്പിൻ്റെ കീഴിലുള്ള കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ റെയിൽവേ വകുപ്പല്ലാത്ത മറ്റൊരു വകുപ്പാണ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. ആ വകുപ്പിൻ്റെ കീഴിൽ ഒരു റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുണ്ട്. ആ കമ്മീഷണർ ഇന്ത്യയിലെ റെയിൽവേ സേഫ്റ്റി സുരക്ഷിതത്വത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഒരു പഠന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഉള്ളതാണ്. അത് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല സമർപ്പിക്കുക, കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെട്ട വകുപ്പ് എന്ന നിലയിൽ റെയിൽവേ വകുപ്പിനും അത് സമർപ്പിച്ചിട്ട് നടപടിയെടുക്കുമായിരിക്കും. പക്ഷേ നടപടിയെടുക്കുന്നതിന് മുമ്പ് അത് പുറത്തു വന്നപ്പോൾ അത് കുറച്ച് കൗതുകം ജനിപ്പിക്കുന്നതാണ്, അതിൽ ആശങ്ക ജനിപ്പിക്കുന്നതുമാണ്. ആ റിപ്പോർട്ട് പറയുന്നത്, ഇന്നലെ അത് ഹിന്ദു പത്രത്തിന് കിട്ടിയതുകൊണ്ട് ഇന്നത് ലോകമാകെ അറിഞ്ഞു. ആ വാർത്ത ഇതാണ്: നമ്മുടെ നാട്ടിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ എൻജിൻ, പ്രത്യേകിച്ച് അതിൻ്റെ ഫ്രണ്ടിലെ എൻജിൻ നന്നേ ഭാരം കുറഞ്ഞതാണ്. അതിവേഗത്തിൽ ഓടുന്ന വണ്ടികളുടെ എൻജിനുകൾക്ക് ഭാരം കുറഞ്ഞാൽ അത് അപകടം ഉണ്ടാക്കും. അതിവേഗത്തിൽ ഓടുന്ന ട്രെയിനുകൾക്ക് മുമ്പിലേക്ക് ഏതുവരെ ഒരു അഥവാ അബദ്ധത്തിൽ ഒരാളോ ഒരു മൃഗമോ ഒരു പശു അബദ്ധത്തിൽ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടഞ്ഞിട്ട് എൻജിന് തട്ടിയാൽ പോലും ട്രെയിൻ മറിഞ്ഞു പോകാവുന്ന വിധത്തിൽ മാരകമായ അപകടം ഉണ്ടാക്കും. ട്രെയിൻ അത്രയേറെ അതിവേഗത്തിൽ പോകുമ്പോൾ ഭാരം കുറഞ്ഞ എൻജിനുകൾക്ക്, ഭാരം കുറഞ്ഞ ബോഗികൾക്ക് എപ്പോഴും അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് ഇന്ന് ഉപയോഗിക്കുന്ന ട്രെയിനുകളുടെ എൻജിനുകളും ബോഗികളും ഒക്കെ തന്നെ താരതമ്യേന ഭാരം കുറഞ്ഞതാണ്. വേഗത കൂടുന്തോറും ഭാരം കൂടണം. അത് നമുക്കറിയാം. അതിപ്പോൾ സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യം. കാർ ഓടിക്കുന്ന നമുക്കൊക്കെ അറിയാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും വേഗത കൂട്ടണമോ ഭാരം കൂടണം. ഭാരം കൂടിയ വാഹനങ്ങൾക്കാണ് വേഗത കൂട്ടാൻ പറ്റുക. എങ്കിൽ മാത്രമേ ആവശ്യത്തിന് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വണ്ടി സമയത്തിന് നിന്ന് കിട്ടുകയുള്ളൂ. അത് നമുക്കൊക്കെ അറിയാം. ഭാരം കൂടിയ വാഹനത്തിൽ മാത്രമേ അതിവേഗത്തിൽ ഓടാവൂ, അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ വാഹനങ്ങൾ അതിവേഗത്തിൽ ഓടും. അതുകൊണ്ടാണ് നമ്മുടെ വലിയ അതിവേഗത്തിൽ ഓടുന്ന നമ്മുടെ കുട്ടികളുടെ ബൈക്കുകളൊക്കെ സ്കിഡാകുന്നത്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഭാരം കുറഞ്ഞ കാറുകൾ അതിവേഗത്തിൽ ഓടിക്കുമ്പോഴാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴൊക്കെ നമുക്ക് അതിവേഗം സഞ്ചരിക്കണമോ, വേഗം കൂടണമെങ്കിൽ ഭാരം കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കണം. അത് ഒരു സാമാന്യമായ പ്രായോഗിക നിയമം തന്നെയാണ്. അതുതന്നെയാണ് റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ റെയിൽവേ മിനിസ്ട്രി കമ്മീഷണർ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് സമർപ്പിച്ച റിപ്പോർട്ടാണ്. പത്രങ്ങൾക്ക് അത് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ കുറേ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പെട്ടെന്ന് ഈ റെയിൽവേ എഞ്ചിനുകളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് അറിയാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വേണമല്ലോ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകാൻ. അതുകൊണ്ട് അവർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം, ഒന്നാലോചിച്ച് നോക്കുക, അതിവേഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നത് ഏറ്റവും കുറഞ്ഞ വേഗത 160 കിലോമീറ്ററാണ്. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ഓടുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കാർ ഓടുന്നതിൻ്റെ ഒരു ആവറേജ് സ്പീഡ് 60 കിലോമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി വേഗതയിലാണ്, കാർ ഓടുന്നതിൻ്റെ 3 ഇരട്ടി വേഗതയിലാണ് ഈ നമ്മുടെ റെയിൽവേയിൽ ഈ വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നത്.
160 കിലോമീറ്റർ മിനിമം വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടിക്ക് ഒരു കാരണവശാലും ആവശ്യമുള്ള ഭാരം ഈ എഞ്ചിനുകൾക്കില്ല എന്നാണ്. അതുകൊണ്ട് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ അടിയന്തരമായി ചെയ്യാവുന്ന ട്രെയിനുകളുടെ എഞ്ചിനുകളൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ബോഗികൾക്കൊക്കെ ഭാരം കൂട്ടണം എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒന്ന് എല്ലാ റെയിൽപാളങ്ങൾക്കും വേലി കെട്ടണം, നല്ല വേലി കെട്ടണം, സുരക്ഷിതമായ വേലി കെട്ടണം. വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു മനുഷ്യനോ മൃഗങ്ങൾക്കോ ക്രോസ് ചെയ്യാൻ പറ്റാത്ത, ഒരു പശുവിനൊന്നും അബദ്ധത്തിൽ പോലും റെയിൽപ്പാളത്തിൽ വണ്ടി ഓടുന്ന സമയത്ത് ക്രോസ് ചെയ്യാതിരിക്കാൻ, എന്നിട്ട് വണ്ടിക്ക് തട്ടാതിരിക്കാൻ. റെയിൽപ്പാളത്തിൽ ഒരു പശു കടന്നു പോയിട്ട് പശുവിന് വണ്ടി തട്ടിയാൽ അപകടം ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ പശുവിന് എന്ത് അപകടം പറ്റുന്നല്ല, പശുവിന് എന്ത് അപകടം പറ്റുന്നുള്ളതല്ല പ്രശ്നം, ആ പശു തട്ടിയാൽ വണ്ടി തന്നെ അപകടത്തിലാവും. അതാണ് ഈ സേഫ്റ്റി കമ്മീഷണർ. അതുകൊണ്ട് ഒരു കാരണവശാലും റെയിൽപ്പാളത്തിലേക്ക് മനുഷ്യരോ മൃഗങ്ങളോ കടക്കാതിരിക്കാനുള്ള സുരക്ഷാ വേലികൾ വേണം എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം. രണ്ടാമത്, ലെവൽ ക്രോസിങ്ങുകളിലൊക്കെ ഗേറ്റുകൾ ഉയരം കൂട്ടണം. ലെവൽ ക്രോസിലൊക്കെ ഇപ്പോൾ ഗേറ്റ് പക്ഷേ തീരെ ഉയരമില്ല, ആർക്കും ഏത് സമയത്തും ചാടിക്കടക്കാവുന്നതാണ്. എന്നിട്ട് പലപ്പോഴും വണ്ടി വരുന്നുണ്ടോ എന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് ലെവൽ ക്രോസിൻ്റെ ഇടയിലൂടെയും ഗ്യാപ്പിൽ ആളുകൾ ലെവൽ ക്രോസ് ചാടിക്കടന്നു പോകും. മനുഷ്യരാണെങ്കിൽ, ചെറിയ വാഹനങ്ങൾ സൈക്കിളും ബൈക്കും ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഗ്യാപ്പിലൂടെ എടുത്ത് കടന്നു പോകും. അങ്ങനെ അലസമായി ഈ റെയിൽവേ ലെവൽ ക്രോസുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ ലെവൽ ക്രോസുകളിലെ ഗേറ്റുകളൊക്കെ വളരെ ഉയരത്തിൽ കെട്ടണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം അതിവേഗത്തിൽ ഓടിക്കുന്ന ഈ ട്രെയിനുകൾക്ക് ആവശ്യമായ ഭാരമുണ്ടോ എന്ന ചോദ്യമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ തീർച്ചയായിട്ടും ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സേഫ്റ്റി റിപ്പോർട്ട് പത്രക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ റെയിൽവേ വകുപ്പിൻ്റെ ബന്ധപ്പെട്ടവരോട് വിശദീകരണം ചോദിച്ചിരുന്നു. അവൈലബിളായ ഒരു ഉദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞത്, ഇത് ലോകത്തിലെല്ലായിടത്തും ഇങ്ങനെയാണ്. ലോകത്തിലെ ട്രെയിനുകൾക്കൊക്കെയുള്ള, ലോകത്തിലെ മിക്കവാറും എല്ലാ അതിവേഗ ട്രെയിനുകൾക്കുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സ്വീകരിച്ചത്. പക്ഷേ ഇന്ത്യയിൽ കുറേ കൂടി സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം റെയിൽവേ വകുപ്പ് പരിഗണിക്കുമായിരിക്കും എന്നൊക്കെയുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ സാങ്കേതികമായൊരു കാരണം, റെയിൽവേ വകുപ്പിൻ്റെ ഒരു നിർദ്ദേശം മുന്നിലെ ബോഗിക്ക് മാത്രമല്ല ട്രെയിനിൻ്റെ ഇപ്പോൾ സാധാരണ ലോക്കോമോട്ടീവ് എഞ്ചിനുകളുടെ ഭാരം നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ബോഗികൾക്കില്ല എന്ന് ശരിയാണ്. പക്ഷേ മുന്നിലെ ഒരൊറ്റ ബോഗിയുടെ മാത്രം ഭാരമല്ല, എല്ലാ ബോഗികളും ചേർന്നാണ്. സാധാരണ നമുക്കറിയാവുന്ന പോലെ വന്ദേ ഭാരത് ട്രെയിൻ വളരെ ചെറുതാണ്, നീളം കുറവായിരിക്കും. ആ എല്ലാ ബോഗികൾക്കും ഒരുമിച്ചാണ്, എല്ലാവർക്കും കൂടിയാണ് ഈ വേഗത്തിൻ്റെ സകലമാന ഫോഴ്സും വീതിച്ച് കിട്ടുന്ന എല്ലാ എഞ്ചിനുകളും ചേർന്നാണ്. അതുകൊണ്ട് മുന്നിലെ എഞ്ചിന് മാത്രം ഭാരമില്ല എന്നതുകൊണ്ട് മാത്രം അപകടം ഉണ്ടായി എന്ന് വരില്ല. ആ മുന്നിലെ എഞ്ചിനോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ എഞ്ചിനുകളുടെയും ഭാരം ഒരുമിച്ചാണ് ഈ വേഗതയെ നിയന്ത്രിക്കുന്നത്, വേഗതയെ നയിക്കുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ്, വിശദീകരണമാണ് പ്രാഥമിക ഘട്ടത്തിൽ റെയിൽവേ നൽകുന്നത്. എങ്കിലും അടിസ്ഥാനപരമായി ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട്, സുരക്ഷാ റിപ്പോർട്ട്, വളരെ വളരെ ഗൗരവമായ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സൂചിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള അതിവേഗ റെയിൽവേ നമുക്ക് പുതിയതാണ്. പക്ഷേ ആ പുതിയ സംവിധാനത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അടിയന്തരമായി വരുത്തിയില്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴും നമ്മുടെ ഒരു ശീലം പോലെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ വിലപിക്കും. അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് പത്രങ്ങളിൽ വന്നത് വിശ്വസിക്കാനേ നമുക്ക് തരമുള്ളൂ. സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എന്നും യാത്ര ചെയ്യാൻ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെയും ഇന്ത്യയിൽ വരുന്ന സഞ്ചാരികളുടെയും ഒക്കെ സുരക്ഷ കൂടിയാണ് ഈ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് വേണ്ടപ്പെട്ടവർ ഗൗരവത്തോടെ ചെവിക്കൊള്ളട്ടെ. നന്ദി, നമസ്കാരം.